നമസ്കാരം, ഇൻസ്കൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. വാട്സാപ്പ് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും അനുഭവിച്ചിരിക്കാൻ ഇടയുള്ളൊരു പ്രശ്നമാണ് എറർ മെസ്സേജ്. അതായത് ഒരു ചാറ്റ് തുറക്കുമ്പോൾ വെയിറ്റിംഗ് ഫോർ ദിസ് മെസ്സേജ്, ദിസ് മേ ടേക്ക് എ വൈൽ എന്ന് എഴുതി കാണിക്കുന്നൊരു പ്രശ്നം. മറ്റൊരാൾ നിങ്ങൾക്ക് അയച്ച മെസ്സേജ് കാണിക്കാതെ പകരം ഇത്തരത്തിലൊന്ന് എഴുതി കാണിക്കുകയും പ്രശ്നം പലപ്പോഴും നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യും. ഈ പ്രശ്നം കുറച്ച് സമയം കഴിയുമ്പോൾ സ്വയം ശരിയാവുകയും യഥാർത്ഥ മെസ്സേജ് അപ്പിയർ ആവുകയും ചെയ്യും. പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട ഇത്തരം മെസ്സേജുകൾ ഇത്തരത്തിൽ കാണാതിരിക്കുന്നത് പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. നിങ്ങളുടെ വാട്സാപ്പിൽ ഇങ്ങനെയുള്ള എറർ മെസ്സേജുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ടെക്സ്റ്റുകൾ, ഇമേജുകൾ, ഓഡിയോ, വീഡിയോ എന്നിങ്ങനെയുള്ള പരസ്പരം കൈമാറാൻ സഹായിക്കുന്ന ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ്. ഓരോ അപ്ഡേറ്റിലും സുരക്ഷയും യൂസേഴ്സിൻ്റെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥയിലുള്ള വാട്സാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇത്തരത്തിൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി മെസ്സേജുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വാട്സാപ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കൊണ്ടുവന്നത്. ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ടുവന്നത് മുതലാണ് നമുക്കിങ്ങനെയുള്ള എറർ മെസ്സേജുകളും ധാരാളമായി അപ്പിയർ ചെയ്യാൻ തുടങ്ങിയത്. മെസ്സേജുകൾ അയച്ച യൂസേഴ്സിനും സ്വീകരിക്കുന്ന ആളുകൾക്കും മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റ് മെസ്സേജുകൾക്കിടയിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഏർപ്പെടുത്തിയ ഒരു സുരക്ഷാ സംവിധാനമാണിത്. ഇതിലൂടെ ടെക്സ്റ്റുകളും മീഡിയയും രണ്ടു പേരിൽ മാത്രം എത്തുന്നു. മൂന്നാമതൊരാൾക്ക് ഈ ഡാറ്റ എടുക്കാനുള്ള സാധ്യതകളെ ഈ സെക്യൂരിറ്റി സംവിധാനം ഇല്ലാതാക്കുന്നു. സർക്കാരുകൾക്കോ തേർഡ് പാർട്ടി സ്ഥാപനങ്ങൾക്കോ ഈ പ്രൈവറ്റ് മെസ്സേജുകൾ എടുക്കാൻ സാധിക്കുകയില്ല. ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ യൂസേഴ്സിന് അവരുടെ മെസ്സേജുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് നമുക്ക് നോക്കാം. ഈ എൻഡ് ടു എൻഡ് സുരക്ഷാ ഫീച്ചർ യുണീക്കായ ഒരു പ്രൈവറ്റും പബ്ലിക്കുമായ ഒരു കീ ജനറേറ്റ് ചെയ്യും. ഇത് മെസ്സേജ് അയക്കുന്ന ആളിൻ്റെയും അത് ലഭിക്കുന്ന ആളിൻ്റെയും ഇടയിൽ മാത്രമുള്ള ഒന്നാണ്. അയക്കുന്ന ആളിൻ്റെ മെസ്സേജ്, ഇമേജ്, ഓഡിയോ, മറ്റു ഫയലുകൾ എന്നിവ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫയൽ അൺലോക്ക് ചെയ്യാൻ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾക്കൊരു പ്രൈവറ്റ് കീയിലൂടെ മാത്രമേ സാധിക്കൂ. ഇതിനിടയിൽ മറ്റാർക്കും ഈ കീ ലഭിക്കുകയോ മെസ്സേജുകൾ ചോർത്താനോ സാധിക്കുകയില്ല. ഇനി എന്താണ് ഈ എറർ മെസ്സേജിനുള്ള കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ മെസ്സേജ് എററായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഇതിന് കാരണം വാട്സാപ്പ് ജനറേറ്റ് ചെയ്ത പ്രൈവറ്റ് കീ മെസ്സേജ് സ്വീകരിക്കുന്ന ഫോണിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ മറ്റൊരു പബ്ലിക് പ്രൈവറ്റ് കീകൾ പിന്നെയും റീക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആ മെസ്സേജ് കാണാൻ സാധിക്കുകയില്ല. ഇത്തരത്തിൽ വീണ്ടും കീ ജനറേറ്റ് ചെയ്യാൻ മെസ്സേജ് അയച്ച ആളും സ്വീകരിച്ച ആളും ഒരേ സമയം ഓൺലൈനിൽ ഉണ്ടാവണം. അത്തരത്തിലുണ്ടാകുമ്പോൾ കീ വീണ്ടും ജനറേറ്റ് ചെയ്യുകയും മെസ്സേജ് ഓപ്പൺ ആവുകയും ചെയ്യും. നിങ്ങൾ ഫോൺ മാറ്റുമ്പോഴോ നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരു ഡിവൈസിലേക്ക് മാറ്റുമ്പോഴോ ഇത്തരത്തിൽ എറർ മെസ്സേജ് ഉണ്ടാവും. അയച്ചയാൾ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താലോ മറ്റൊരു ഡിവൈസിലേക്ക് അക്കൗണ്ട് മാറ്റിയാലോ ഇത്തരത്തിലുള്ള പ്രശ്നം പിന്നെയും സംഭവിക്കും. ഇനി ഈ എറർ മെസ്സേജുകൾ എങ്ങനെ പരിഹരിക്കാം? അതിൻ്റെ ഒരു 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ മെസ്സേജുകൾ വേഗത്തിൽ കാണണമെന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണിത്. കാരണം അല്പം ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നത്. വാട്സാപ്പ് മെസ്സേജുകൾ ആവശ്യമെങ്കിൽ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ആപ്പ് നൽകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ സംവിധാനം ഉപയോഗിച്ച് എറർ മെസ്സേജ് പരിഹരിക്കുന്ന രീതിയാണിത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. അല്ലാത്ത അവസരങ്ങൾ എറർ മാറുന്നതിനായി കാത്തിരിക്കുക. ഇതിനായി ആദ്യമായി സെറ്റിംഗ്സിൽ പോയി ചാറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ചാറ്റ് ബാക്കപ്പ് തിരഞ്ഞെടുക്കുക. ബാക്കപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എല്ലാ സന്ദേശങ്ങളും ബാക്കപ്പ് ചെയ്ത് ലോക്കൽ സ്റ്റോറേജിൽ ഉണ്ടാവും. ബാക്കപ്പ് എടുക്കുന്നതിന് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ ഉപയോഗിക്കാം. ബാക്കപ്പ് എടുത്ത ശേഷം വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുക. ലോക്കൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നതിന് വാട്സാപ്പിന് ആക്സസ് നൽകുക. ലോക്കൽ സ്റ്റോറേജിൽ നിങ്ങൾ സേവ് ചെയ്ത എല്ലാ മെസ്സേജുകളും റീസ്റ്റോർ ചെയ്യുക. മുകളിൽ സൂചിപ്പിച്ച എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയാൽ എറർ മെസ്സേജിലെ യഥാർത്ഥ മെസ്സേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, അതാണ് ഏറ്റവും പ്രാക്ടിക്കലായ ഒരു ഓപ്ഷൻ. മെസ്സേജ് അയച്ചയാൾ ഓൺലൈനിൽ വരുന്നത് വരെ കാത്തിരിക്കുക. അയച്ചയാൾ ഓൺലൈനിലായി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യപ്പെടുകയും ആ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് നിങ്ങളുടെ മെസ്സേജ് ഡിക്രിപ്റ്റ് ചെയ്യുകയും നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കുകയും ചെയ്യും. അയച്ചയാളും സ്വീകരിച്ചയാളും ഒരേ സമയം ഓൺലൈനിലാവേണ്ട കാര്യമുണ്ട്. അയച്ചയാൾ ഓൺലൈൻ അല്ലെങ്കിൽ അതെപ്പോഴും എററായി കിടക്കും. അയച്ചയാൾ എപ്പോൾ ഓൺലൈനിൽ വരുന്നോ അപ്പോൾ ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ വാട്സാപ്പിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.